ഗൗരിയിൽ ഭയങ്കര സ്നേഹമുള്ളൊരു ഗൗരി ഉണ്ട്. കാരണം ഇവിടെ കുറേ ആൾക്കാർ മനുഷ്യരല്ലാതെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ ഗൗരി? എങ്ങനെയാണ് ഈ മൃഗങ്ങളോടുള്ള ഇത്രയും ഒരു സ്നേഹത്തിൻ്റെ? എനിക്കൊന്ന് അതും ഈ പറഞ്ഞ ചെറുപ്പത്തിൽ ഒന്നൊരു ഗ്രാമത്തിലാണ് വളർന്നത്. അപ്പം ആനിമൽസും നേച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അന്ന് മുതലേ ഉണ്ട്. അന്ന് മുതലേ എന്തെങ്കിലും കിളിയെ കണ്ടതിൻ്റെ പുറകെ പോവുക, പാമ്പനെ കണ്ടതിൻ്റെ പുറകെ പോവുക. പാമ്പനെ കണ്ടതിൻ്റെ പുറകെ പോയിട്ട് തന്നെ കൂടുവരെ പേടിയൊന്നുമില്ല, കൂടെ പോയി ഞാൻ. അപ്പം ആ ഒരു എനിക്ക് കുറേ സമയം കിട്ടി. അതായത് ഈ പറഞ്ഞ പോലെ പ്രകൃതിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും മൃഗങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ആ ഒരു എന്താ പറയുക ബെയർലി മറ്റേ മനുഷ്യൻ മെക്കാനിക്കൽ മെറ്റീരിയലിസ്റ്റിക് സാധനം അല്ലാണ്ട് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്നായിരിക്കാം ഈ പട്ടി പൂച്ച പ്രേമം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് ഈ വീട് മൊത്തം കാണാൻ പറ്റും അങ്ങനത്തെ ചിത്രങ്ങളും. പിന്നെ മറ്റൊരു ഗൗരിയെ എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഫോട്ടോയിൽ വളരെ നീളൻ മുടിയൊക്കെ ഉള്ള സാരിയൊക്കെ ചുറ്റിയ ഒരു ഗൗരി. ആ ഗൗരിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഗൗരിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു അതിന് പിന്നിൽ? സ്വയം തീരുമാനിച്ച് അതോ ഇതായിരുന്നോ ഒറിജിനൽ ഇഷ്ടം? അങ്ങനെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഇത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും പിന്നെ ഇങ്ങനെ ചെയ്യാം, എന്തെങ്കിലും പിന്നെ ഇങ്ങനെ ചെയ്യാം എന്ന് തോന്നുമല്ലോ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം 10 വർഷം കഴിയുമ്പോൾ ഞാൻ വേറെ വല്ലതും പോലെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെ ആവുള്ളൂ, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഇനി അടുത്ത 25 വർഷത്തേക്ക് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊന്നും ഇല്ലല്ലോ. മനുഷ്യന്മാരല്ല, നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം മുറിവ് ഇതൊരു ആദ്യം നമ്മൾ പറഞ്ഞു 7 പാട്ടുകളുടെ. അപ്പം ഈ 7 പാട്ടുകൾ ഇനി വരാനിരിക്കുന്ന പാട്ടുകളും ഈ മുറിവ് എന്നൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ പലതരം മുറിവുകളായിരിക്കാം. ഇപ്പം രണ്ടാമത്തെ പാട്ട് നമ്മൾ ചെയ്തത് പൊള്ളുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് റിലീസായിട്ടുണ്ട്, ഓൾറെഡി യൂട്യൂബ് ചാനലിലുണ്ട്. അത് ലോസിനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. ഒരു നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഗ്രീഫ് എന്നാണ് ആ പാട്ട് വരുന്നത്. നാമിരവിൽ എന്ന് പറഞ്ഞ സൂര്യസന്തോഷിനെ ഫീച്ചർ ചെയ്തൊരു ട്രാക്ക് കുറച്ച് നാൾ മുന്നേ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രേമം തന്നെയാണ്. പ്രണയത്തിലെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളൊരു ആ ഒരു ബ്യൂട്ടിഫുൾ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാട്ടാണ്. ഇപ്പോൾ അടുത്ത ട്രാക്സും വരുന്നുണ്ട്. ഈ പറഞ്ഞ പല തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വൂണ്ടുകളെ കുറിച്ചിട്ടുള്ള 7 പാട്ടുകളാണ്. ഇപ്പം തോണി, താഴ്വാരം, ഇങ്ങനത്തെ പല പല പാട്ടുകൾ വരുമ്പം എല്ലാ പാട്ടുകളും ഗൗരിക്കൊരു നിർബന്ധമുണ്ടോ? എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ആകണം, അങ്ങനെ എന്തെങ്കിലും എന്ത് എഴുതാൻ അനുഭവം മാത്രമായിരിക്കും, നമുക്ക് ഇപ്പോൾ ഒരു തോട്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുവാണെങ്കിലും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ചെയ്യണം തോന്നുന്നു, എനിക്കതൊരു റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം, എവിടെയെങ്കിലും പോയതായിരിക്കാം, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. എന്താണെങ്കിലും എനിക്കൊരു തൊട്ട ഒരു കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ എഴുതണം തോന്നും, എഴുതും. ഇപ്പോഴും നമ്മൾ മലയാളികൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാവ്യാത്മക അത് വിട്ടിട്ട് ഈ റാപ്പ് എന്ന് പറയുന്ന ഒരു ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ഇപ്പം മുറിവിനെ കുറിച്ചാണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും മുറിവ് റാപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ജോണറിലൊന്നും അതിനെ പിടിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു താളത്തിൽ ഞാൻ പറഞ്ഞു. അപ്പം അത് റാപ്പാണ്, ഇതൊരു മോശം റാപ്പാണെന്ന് തുടങ്ങിയത് ആളുകൾ തന്നെയാണ് ആ കോൺവെർസേഷനെ തുടങ്ങിയത്. ഞാൻ ഒരിക്കലും റാപ്പാന്നുള്ള അവകാശവാദം നടത്തിയിട്ടില്ല. പിന്നെ റാപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്ന ഒരു ഫോം ഓഫ് സംഭവമല്ല. അത് ഈ പറഞ്ഞ പോലെ വളരെ അടിച്ചമർത്തപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി അവരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ദേഷ്യവും അവരുടെ അമർഷവും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ആർട്ട് ഫോം തന്നെയാണ് റാപ്പ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിന് പിന്നെ ഇവർ പിടിച്ചിട്ട് ബോക്സിനകത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേർപ്പസേ ഇല്ലാണ്ടാവുകയാണ്. അപ്പം എനിക്കൊന്ന് ശീലിച്ചെടുക്കാനുള്ളൊരു സമയമാണ്. അങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും അത് ബോക്സിനകത്ത് വെച്ചല്ലാണ്ട് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകാൻ പറ്റുക എന്നുള്ളതേ ഉള്ളൂ.